താജ്മഹലിന്റെ ഇരട്ടി വലിപ്പമുള്ള ചിഹ്നഗ്രഹം 2025 മാർച്ച് 26 ഇന്ത്യൻ സമയം വൈകുന്നേരം 5:04 ഭൂമിയോടടുത്തെത്തും. 540 അടി വീതിയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അതിൻ്റെ ആഘാതം മൂലം സുനാമിയും ഭൂകമ്പവും അന്തരീക്ഷ വ്യതിയാനങ്ങളും ഉണ്ടാകുമെന്നാണ് നാസയുടെ മുന്നറിയിപ്പ്. ഭൂമിയിലേക്ക് നീങ്ങുന്ന ഭീമൻ ചിഹ്നഗ്രഹമായ 2014 TN-17 കുറിച്ച് US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ മുന്നറിയിപ്പാണിത്. ഈ ചിഹ്നഗ്രഹം വരും ദിവസങ്ങളിൽ ഭൂമിക്ക് സമീപത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഭൂമിയിൽ നിന്നും ഗണ്യമായ അകലെയാണെങ്കിലും നാസ ഇപ്പോഴും ഇതിനെ ഒരു അപകടകരമായ ചിഹ്നഗ്രഹമായി തരംതിരിച്ചിട്ടുണ്ട്. 540 അടി വീതിയുള്ള 2014 TN-17 എന്ന ചിഹ്നഗ്രഹത്തിന് താജ്മഹലിൻ്റെ ഇരട്ടി വലിപ്പമുണ്ടാകും. നാസയിലെ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ ഭീമൻ ബഹിരാകാശ പാറ മണിക്കൂറിൽ 77,282 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയോട് അടുക്കുന്നത്. അതിൻ്റെ വലിപ്പവും വേഗതയും കണക്കിലെടുത്ത് നാസ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയോടുള്ള സാമീപ്യവും വലിപ്പവും കാരണം ഈ ചിഹ്നഗ്രഹങ്ങളെ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കില്ലെന്ന് വിദഗ്ധർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ബഹിരാകാശത്ത് പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. 2014 TN-17 എന്ന ചിഹ്നഗ്രഹം 2025 മാർച്ച് 26 ഇന്ത്യൻ സമയം വൈകുന്നേരം 5:04 ഭൂമിയുടെ ഏറ്റവും അടുത്തെത്തും. ഭൂമിയിൽ നിന്നും ഏകദേശം 50 ലക്ഷം കിലോമീറ്റർ സുരക്ഷിതമായി ദൂരത്തിലൂടെയായിരിക്കും ചിഹ്നഗ്രഹം കടന്നു പോകുന്നത്. ഇത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 13 മടങ്ങ് വരുമെന്നാണ് പറയുന്നത്. 2014 TN-17 പോലുള്ള അപ്പോളോ ചിഹ്നഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ ഭൂമിയുടെ പാത മുറിച്ചു കടക്കുന്നു. അവരിൽ ഭൂരിഭാഗവും ഒരപകടവും കൂടാതെ കടന്നു പോകുന്നുമുണ്ട്. നാസയുടെ നിയർ എർത്ത് ഒബ്ജക്റ്റ് സ്റ്റഡീസ് സെൻറ്റർ ഈ ചിഹ്നഗ്രഹങ്ങളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലൊരു ചിഹ്നഗ്രഹവും ഭൂമിയിൽ ഇടിക്കില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ഒരു ചെറിയ ഭ്രമണം മാറ്റം പോലും ഭാവിയിൽ അപകടകരമായേക്കും. 540 അടി വീതിയുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അതിൻ്റെ ആഘാതം മൂലം സുനാമിയും ഭൂകമ്പവും അന്തരീക്ഷ വ്യതിയാനങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ആകാശഗോളത്തെക്കുറിച്ച് തുടർച്ചയായി ഗവേഷണം നടത്തുന്നത്.